ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ്. EV ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് ആരും ഇപ്പോഴും പറയുന്നില്ല. EV ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ട്രാൻസിഷൻ. ഒരു GLAയുടെ വീഡിയോ വന്നിട്ടുണ്ട്. GLEയും ഉടനെ തന്നെ വരും. കോഡയുടെ IV ആണ്. IV ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഡെഫിനറ്റ്ലി കൊണ്ടുവരും. ഫ്രഞ്ച് ഉണ്ട്, ഈവൻ ഇറ്റാലിയൻ ഉണ്ട്, ജർമ്മൻ ഉണ്ട്. അമേരിക്കൻ ഇപ്പോൾ പറയാനൊന്നും ഇല്ല, അമേരിക്കനൊക്കെ വന്ന് പോയി. അതിന്റെ പ്രൈസ് വരുന്നത് 1 lakh സ്കൈ ഡ്രൈവ് ആണ്, ഫ്ലൈയിങ് കാർ. ഹലോ, ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൊബിലിറ്റി എക്സ്പോ അല്ലെങ്കിൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വിശേഷങ്ങൾ ഷെയർ ചെയ്യാനാണ്. നോർമലി നമ്മളൊരു എക്സ്പോയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ബാബു ഇതൊരു എക്സ്പോയ്ക്ക് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു ഓട്ടോ എക്സ്പോ. എങ്ങനെ ഉണ്ടായിരുന്നു ഓടി നടന്നിട്ട്? അപ്പോൾ ഓടി നടന്ന് വീഡിയോ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിൽ കുറേ വീഡിയോ ഇറക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യം വരെയുള്ളൊരു കാര്യം. ഇത്തവണ നമ്മൾ വിചാരിച്ചു ധൃതി പിടിച്ച് വീഡിയോ ചെയ്തതിനേക്കാൾ നല്ലത് പ്രോപ്പറായിട്ട് ഓരോ ബ്രാൻഡിനെയും വെച്ച് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ള രീതിയിൽ പറയാമെന്ന് വിചാരിച്ചു. കാരണം അധികമൊന്നുമില്ല, കാരണം ഇത് പെട്ടെന്നുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു എന്നുള്ളതാണ് എല്ലാ ബ്രാൻഡ്സും പറയുന്നത്. സോ 1 by 1 നമ്മൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബ്രാൻഡുകളെ പറ്റിയും നമ്മളിവിടെ സംസാരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്, ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ ഗ്ലോബൽ എക്സ്പോ എന്ന് വിളിച്ചപ്പോൾ ഞാൻ അത് വിചാരിച്ചു ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ, ഗ്ലോബൽ ഇവന്റ്. അതിന്റെ ഉള്ളിൽ എത്ര ഫോറിനേഴ്സ് ആയിരുന്നു അല്ലേ? ഒരുവിധം എല്ലാ കൺട്രീസിലുള്ള ആൾക്കാർ അവിടെ കാണാനുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ഭാരത്, അതിന്റെ ഒരു പവർ എന്താണെന്നുള്ളത്. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ വരുന്ന ബ്രാൻഡുകളെല്ലാം ഗ്ലോബലി റിനൗണ്ട് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. ഇപ്പം ചൈനയിൽ നിന്നുള്ള ഒരുപാടുണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ഈവൻ ഇറ്റാലിയൻ ഉണ്ട്, ജർമ്മൻ ഉണ്ട്. അമേരിക്കൻ ഇപ്പോൾ പറയാനൊന്നും ഇല്ല, അമേരിക്കനൊക്കെ വന്ന് പോയി. പക്ഷേ ഇറ്റ്സ് എ ഗ്ലോബൽ ഇവന്റ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓട്ടോമൊബൈൽ, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോ ബ്രാൻഡ്സ് മാത്രമല്ല, ആക്സസറീസ് ഉണ്ട്, പാർട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ട്രക്സ് ഉണ്ട്, വോൾവോ ഒക്കെ ഉണ്ടായിരുന്നു. സോ ദർ ആർ ലോട്ട് ഓഫ് ബ്രാൻഡ്സ്. അപ്പം ഇതിൽ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ബ്രാൻഡുകളെ പറ്റിയും അവിടെ ഉണ്ടായിരുന്ന ആക്സസറിയെ പറ്റിയും പാർട്സിനെ പറ്റിയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ കണ്ട ആ ഒരു രീതിയിൽ തന്നെയാണ്, സെയിം ഓർഡറിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഹോൾ നമ്പർ 1. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് മെർസിഡീസ് ബെൻസ്. മെർസിഡീസ് ഹോൾ നമ്പർ 1 തുടങ്ങുന്ന റോഡ് ഷോട്ട് അതിന്റെ തലേ ദിവസം തൊട്ട് തുടങ്ങണം. അതെ, തലേ ദിവസം തൊട്ട് തുടങ്ങണം. ഞങ്ങൾ ആക്ച്വലി ഡൽഹിയിൽ പോയത് ഈ ഒരു ഭാരത് മൊബിലിറ്റി എക്സ്പോയുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണെങ്കിൽ പോലും ഞങ്ങൾ തലേ ദിവസം മെർസിഡീസ് ബെൻസിന്റെ 2 മോഡൽസ് ലോഞ്ച് ചെയ്യുകയുണ്ടായി. ആ ലോഞ്ചോട് കൂടിയാണ് ഞങ്ങളുടെ എക്സ്പോ സ്റ്റാർട്ട് ചെയ്തത്. മെർസിഡീസ് ബെൻസ് അങ്ങനെ 2 വണ്ടി ലോഞ്ച് ചെയ്തത്, 3 ഒന്ന് ഷോക്കേസ് ചെയ്തല്ലോ. അപ്പോൾ ലോഞ്ച് ചെയ്തത് GLAയും അതുപോലെ GLE 53 ആണ്, AMG 53 ആണ്. സോ GLAയുടെ വീഡിയോ വന്നിട്ടുണ്ട്, GLEയും ഉടനെ തന്നെ വരും. അങ്ങനെ 2 വാഹനങ്ങൾ ലോഞ്ച് ചെയ്തു. അതിനെപ്പറ്റി അധികം ഞങ്ങൾ പറയുന്നില്ല. എന്താണെങ്കിലും ജസ്റ്റ് ഒരു വാക്ക് ത്രൂ എന്ന പോലെ ജസ്റ്റ് ഗിവിങ് എൻ ഐഡിയ. എന്താ പറയാം? സോ നമ്മൾ GLAനെ പറ്റി ആദ്യം പറയാം. ബിക്കോസ് GLA തലേന്ന് ലോഞ്ചിനുണ്ടായിരുന്നെങ്കിലും പിറ്റേ ദിവസം നമ്മുടെ എക്സ്പോയ്ക്ക് ആൾ വന്നിരുന്നില്ല. അതുകൊണ്ട് GLAനെ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു പോകാം. 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട്, 2 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ ഉണ്ട്. ഡീസലിൽ ഫോമാറ്റിക്, അതായത് ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. AMG ലൈൻ നമുക്ക് ഡീസൽ വരുന്നുണ്ട്. 50.50 ലാഖാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ആൻഡ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ റോഷനിയുടെ ചെയ്ത റീൽ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും, അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ. അതിനകത്തൊരു കാര്യമുള്ളത്, ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ മാത്രമായിട്ടാണ് GLA വരുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ എക്സ്പോയിലേക്ക് കൊണ്ടുവരാതിരുന്നതെന്ന് വിചാരിക്കാം. GLA ഒരുപാട് പേര് ഡ്രൈവ് ചെയ്യുകയും ചെയ്തു, നമ്മൾ ഉടനെ ഡ്രൈവ് ചെയ്യും. മറ്റൊരു വാഹനം വന്ന് ലോഞ്ച് ചെയ്ത് GLE 53 ആണ്. ഇത്രയും കാലം GLE 63 AMG ആണ് നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ 63ക്ക് പകരം 53 ആക്കി. അതുപോലെ തന്നെ ഈ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ നവംബറിൽ ലോഞ്ച് ചെയ്ത GLEയെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു AMG 53യും വരുന്നത്. അതിൻ്റെ പ്രൈസ് വരുന്നത് 1 crore 85 lakhs ആണ് അതിൻ്റെ വില വരുന്നത്. സോ ഇറ്റ്സ് എ 3 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിൻ. അതൊക്കെ അറിയാം, ഭയങ്കര ബ്യൂട്ടിഫുൾ പവർഫുൾ എഞ്ചിനാണ് അതിനകത്ത് വരുന്നത്. 435 HP പവറും ഏകദേശം. ഫാസ്റ്റ് SUVs നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും പോപ്പുലർ SUV GLE AMG ആയിരിക്കണം. 435 ഒരുപാട് കാണാറുണ്ട് നമ്മുടെ റോഡിൽ. ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ് GLE 53 AMG. ഇതാണെങ്കിൽ അതിൻ്റെ പവർ വരുന്നത് 435 HP, 560 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് വരുന്നത്. സോ അതാണ് തലേദിവസം ഉണ്ടായത്. പക്ഷെ അന്ന് തന്നെ ഷോക്കേസ് ചെയ്ത മറ്റൊരു എല്ലാവരുടെയും ഇഷ്ടവാഹനമായ G-Wagonന്റെ ഇലക്ട്രിക് വേർഷൻ, ദാറ്റ് ഈസ് EQG, അന്ന് ഔട്ട്സൈഡ് ദ മൊബിലിറ്റി എക്സ്പോ
ഷോക്കേസ് ചെയ്തിരുന്നു. അത് ഡെഫിനറ്റ് ആയിട്ടും ഭാരത് മൊബിലിറ്റി എക്സ്പോയിലും മെർസിഡീസ് കാണിച്ചു. ബേസിക്കലി അതായിരുന്നു ഷോക്കേസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഹോൾ നമ്പർ 1 വിത്ത് the EQG, the showstopper. Showstopper. Yes. Okay. So EQG യെ പറ്റി പറഞ്ഞാൽ it is a complete electric version. G-Wagonന്റെ ഇലക്ട്രിക് വേർഷൻ ആണ്. ഒരുപാട് മിക്സ്ഡ് ഒപ്പീനിയൻ ഒത്തിരി പേർക്കുണ്ട്. എല്ലാവർക്കും വേണ്ടത് ആ ഒരു G-Wagon വിത്ത് എ ഡീസൽ ഓർ എ പെട്രോൾ എഞ്ചിൻ, അതാണ് എല്ലാവർക്കും തന്നെ വേണ്ടത്. മനസ്സിലുള്ള G-Wagon അതാണ്. സോ ഒത്തിരി പേർക്ക് രണ്ട് രീതിയിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു 4-wheel ഡ്രൈവ് ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടി പെർഫോമൻസ് ഈവൻ ബെറ്റർ കമ്പനീന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ചെയ്യാൻ എളുപ്പവും ഇലക്ട്രിക് ആണ്. ആൻഡ് ബിക്കോസ് അതിന്റെ 4 വീലിലേക്കും അതിന്റെ മോട്ടറിന്റെ പവർ പോകുന്നുണ്ട്. സോ ഇൻ ഓൾ വേസ് എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് കുറച്ചും കൂടെ ഓഫ് റോഡിലൊക്കെ ടാക്കിൾ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ പെർഫോമൻസ് കിട്ടുമായിരിക്കും. അതിനകത്ത് ഇറ്റ് ലുക്സ് നൈസ്. ഫുള്ളി ഒരു ലൈറ്റ് അപ്പ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഫുൾ ലൈറ്റ്. അതായത് ഞങ്ങളൊരു ഒരു വീഡിയോ ചെയ്തിരുന്നു. ബാക്കിയുള്ള EQ SUVs, അതായത് EQC, EQG, EQE എല്ലാം സ്റ്റാർ സ്റ്റഡഡ് ആണ് അതിന്റെ പാറ്റേൺ ഫ്രണ്ട് ഗ്രില്ലിൽ വരുന്നത്. പക്ഷേ EQGയിൽ സ്ക്വയർഡ് ആണ് അതിന്റെ പാറ്റേൺ വരുന്നത് ഫ്രണ്ട് ഗ്രില്ലിൽ. ഞങ്ങൾ ഇത് അന്വേഷിച്ച് നടന്നിട്ട് ഒരു ഉത്തരവും കിട്ടിയില്ല. പലരും പല ഉത്തരം പറയുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ വീണ്ടും നമുക്ക് സന്തോഷ് അയ്യർ സാറിന് കയ്യിൽ കിട്ടും. നമ്മൾ റൈറ്റ്. സോ അതാണ് മെർസിഡീസിന്റെ ലൈനപ്പിൽ. അതിന്റെ ഇന്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണാൻ നല്ലതാണ്. ബാക്കിലെ വീലിന് പകരം ചാർജിങ് യൂണിറ്റ് ആണ് അതിനകത്ത് വരുന്നത്, ചാർജിങ് കേബിളും കാര്യങ്ങളും എല്ലാം. സോ ലോട്ട് ഓഫ് സ്പെക് ഇൻവോൾവ് ഇൻ ഇറ്റ്. അതുപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊരു കാര്യം എൻ്റെ ഇൻറ്റീരിയർ കളറാണ്. ഭയങ്കര വൈറ്റ് കളറാണ്. അതുകൊണ്ട് ആളുകളെ ഒന്നും അതിനകത്ത് കയറ്റിയില്ല. എല്ലാം കണ്ടോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇരുന്ന് നോക്കാനായിട്ട് ഇൻറ്റീരിയർ ലുക്സ് അബ്സല്യൂട്ട്ലി ലൈക്ക് എ നോർമൽ IC എഞ്ചിൻ അല്ലെങ്കിൽ ഒരു G-Wagonന്റെ ഇൻറ്റീരിയർ ഫീലും കാര്യങ്ങളും അതിൻ്റെ എയർവെൻസും സ്റ്റിയറിങ്ങും എല്ലാം ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. കളർ ഭയങ്കര വൈറ്റ് ആയി എന്നുള്ളൊരു കാര്യം മാത്രമാണ് അതിനകത്തുള്ളത്. ഇത്രയും മോഡേൺ ആയിട്ട് അവർ ചെയ്തിട്ടും കൂടി അതിന് ഡോർ ഹാൻഡിൽ റോഷായിട്ട് ശ്രദ്ധിച്ചു. നമ്മുടെ പഴയ ടെമ്പോ ട്രാവലറിലും പഴയ G-Wagonലൊക്കെ അതൊക്കെ അതൊന്നും മാറ്റിയിട്ടുള്ള കളിയില്ല കേട്ടോ. എഞ്ചിനെ മാറ്റി. ഇനി അതും കൂടെ മാറ്റി G-Wagon പോയി. മുകളിലെ ലൈറ്റ് ഇല്ല, ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഉണ്ടായിരുന്നു. അത് പക്ഷേ കംപ്ലീറ്റ്ലി ക്ലിയർ ലെൻസ് ആണ്. ഓക്കെ. ബാക്കി ഒരുപാട് ലൈറ്റ്സ് അവിടെ പിടിപ്പിച്ചുകൊണ്ട് കണ്ണിപ്പെട്ടില്ല. ഒരുപാട് ലൈറ്റ് ഉണ്ട്. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് ദ EQG ആയിരുന്നു വൺ ഓഫ് ദ തിങ്സ് ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ. അവിടെ തന്നെ SL55 റോഡ്സ്റ്റർ ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ കാർ. റൈറ്റ്. അതിന്റെ വില ഏകദേശം വരുന്നത് 2.35 crores. നല്ല ഗോർജിയസ്. അതെ, ഞാൻ അതുകൊണ്ട് അധികം അതിന്റെ അടുത്തേക്ക് പോയില്ല. ഓക്കെ. സോ മെർസിഡീസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഹോൾ നമ്പർ 1 ഉണ്ടായിരുന്നത് VW ഗ്രൂപ്പ് ആണ്. ഈ സാധാരണ നമ്മൾ VW, സ്കോഡ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് പോകണം. ഇത് ഒരു ഗ്രൂപ്പ് ആയിട്ട് ആണ് അവർ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ വന്നത്. സോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ലാംബോർഗിനി, പോർഷ, സ്കോഡ ആൻഡ് Volkswagen ഇത്രയും അവിടെ ഉണ്ടായിരുന്നു. ഔഡി ഉണ്ടായിരുന്നു. സോ ബേസിക്കലി 5 കാർസ് ആണ് അവിടെ ഉള്ളത്. എണ്ണം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ബിഗ്ഗസ്റ്റ് എന്ന് അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ലാംബോ, റിവൽട്ടോ, V12 മോൺസ്റ്റർ. അതവിടെ കണ്ടപ്പോൾ ആ ഹോളിൽ കയറുമ്പോഴല്ലോ ഓറഞ്ച് കളറിലാണ് കാർ കിടക്കുന്നത്. വേറെ ഒന്നിലോട്ട് കണ്ടുപോകില്ല. ഫസ്റ്റ് അതിലാണ്. ഓക്കെ, നമ്മൾ ഈ ഡയറക്ഷൻ ലോക്ക് ചെയ്ത് നേരെ അങ്ങോട്ടാണ് ഞാൻ ആദ്യം നടന്നു പോയത്. റോഷനേട്ടൻ വേറെ അവിടെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനവിടെ PR വർക്കിൽ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ലാംബോർഗിനി ഉണ്ടായിരുന്നു. ലാംബോർഗിനി ആയിരുന്നു എല്ലാവരുടെയും അട്രാക്ഷൻ പിടിച്ചെടുത്ത ഒരു വാഹനം ആ ഒരു ഗ്രൂപ്പ് നോക്കുമ്പോൾ. പിന്നെ ഉണ്ടായിരുന്നത് പോർഷയുടെ ടൈക്കൻ ആയിരുന്നു. ടൈക്കൻ ക്രോസ് ടൂറിസ്മോ. അത് അടിപൊളിയായിരുന്നു. അവരൊരു റാപ്പൊക്കെ ചെയ്തിട്ട് കൊണ്ടു നിർത്തിയ എനിക്ക് അതാണ് കുറച്ചും കൂടെ അട്രാക്റ്റീവ്. കുറച്ചും കൂടെ ഒരു സ്പോട്ടിയ ഫീല് ശരിക്കും വന്നത് ആ ഒരു റാപ്പിംഗ്. ഇവിടെ നമ്മൾ ഇവിടെ കൊച്ചിയിലെ ഷോറൂമിലൊക്കെ കാണുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് എ പ്രോപ്പർ കാർ. ഇതിനകത്ത് കുറച്ചും കൂടെ ഓക്കെ യു കെൻ ഡു വാട്ട് എവർ യു വാണ്ട് എന്നുള്ളൊരു ഫീൽ അതിനകത്ത് കിട്ടും. സോ ടൈക്കൻ വാസ് ഗുഡ്. അത് 400 kilometers റേഞ്ച് ഉണ്ട്. ഐ മീൻ ഇറ്റ്സ് സെയിം ആസ് ടൈക്കൻ. 750 horsepower വരെ നമുക്ക് കോൺഫിഗർ ചെയ്യാം. സോ അതാണ് പോർഷയുടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. പിന്നെയുള്ളതൊരു പുതിയത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് സ്കോഡയുടെ ഇനിയാക് IV ആണ്. പ്രാവശ്യം ഇതിലൊരു ചെറിയ കോമഡി എനിക്ക് തോന്നിയത്,
കുറേ പ്രാവശ്യം നമ്മൾ ഈ കാറ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ നേരിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പൂനെ ഏതൊരു ബജാജിന്റെ പരിപാടിക്ക് പോയപ്പോൾ ചായ കുടിക്കാൻ പോയ സമയത്ത് ഇത് കണ്ട് വീഡിയോ എടുക്കുമ്പോൾ അവർ എടുത്തു വിട്ട് പോയി, അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് എല്ലാവരും ന്യൂസ് ഇങ്ങനെ വിടുന്നുണ്ടായിരുന്നു ഇത് വരും വരുമെന്ന്. പക്ഷെ സ്കോഡ കൺഫേം ചെയ്തില്ല. ഇപ്രാവശ്യം സ്കോഡ അവരുടെ ഹോളിന്റെ മുന്നിൽ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്, വി ആർ കമ്മിങ് കമ്മിങ് സൂൺ ടു ഇന്ത്യ. അതായത് കൺഫേം ചെയ്തിരിക്കുകയാണ് എന്തായാലും. എന്താണെങ്കിലും ഇനിയാക് ഇന്ത്യയിലേക്ക് വരും, ഇലക്ട്രിക് വേർഷൻ ഓഫ് സ്കോഡ. അത് ഉടനെ തന്നെ ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അത് ആണ് ഒരു സ്കോഡയുടെ ഒരു നെക്സ്റ്റ് ബിഗ് ലോഞ്ച് എന്ന് പറയാനുള്ളത്. സ്കോഡയുടെ ലൈനപ്പിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനവുമായിരിക്കും അത്. അവിടെ ഷോക്കേസ് ചെയ്തത് 85 വേർഷനാണ്. രണ്ടോ മൂന്നോ മോഡൽസ് ഇന്റർനാഷണലി, 80 and 85. 85ന്റെ റേഞ്ച് 560-600 റേഞ്ച് റിയൽ വേൾഡ് റേഞ്ച് ആണത്. അത് ആക്ച്വൽ റേഞ്ച് എന്നാണ് പറയുന്നത്. അറൌണ്ട് 560 to 570 ഓടിക്കുമ്പോൾ, അതായത് റിയൽ ലൈഫിൽ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. 82 kWh ബാറ്ററി, 281 horsepower, 545 Nm ടോർക്ക്. എന്താണെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പറയുന്നില്ല, കമ്പനി പറയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇനിയാക് ഇന്ത്യയിലേക്ക് 100% വരും ഉടനെ തന്നെ. അത് വരവായിരിക്കും. പിന്നെ ഉള്ളത് ഫോക്സ് വാഗൺ ആണ്. ഫോക്സ് വാഗൺ അവിടെ ഉണ്ടായിരുന്ന വെർട്ടിസ് മാത്രമാണ്. ഞാൻ വിചാരിച്ചു ID4 കൊണ്ടുവരായിരിക്കുന്നു, പക്ഷേ ID4 കൊണ്ട് ഇനിയാക്ക് വന്ന സ്ഥിതിക്ക് ID4 വരാതിരിക്കാനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ബട്ട് ഒരു കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് ഐ എം നോട്ട് ഈവൻ സെയിങ് കൺഫേംഡ് ആയിട്ട് വരുന്നു. പക്ഷെ വരും. എന്തെങ്കിലും ഒരു സ്കോഡ വന്ന സ്ഥിതിക്ക് എന്താണെങ്കിലും അവർ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയും കൂടെ ആയതുകൊണ്ട് എന്താണെങ്കിലും വരാതിരിക്കില്ല. സോ അതാണ് ഇതിലുള്ളത്. പിന്നെ ഉണ്ടായിരുന്നു ഓഡിയുടെ e-tron GT അവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. Nothing new. Exclusive. e-tron നമ്മൾ കണ്ടു, ഓടിച്ചു, മടുത്തു. ഇല്ല, ഇറ്റ്സ് എ ഗുഡ് കാർ ടു ഡ്രൈവ് എനിവേ. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. സോ ഹോൾ നമ്പർ 1 കഴിഞ്ഞ് വി മൂവ്ഡ് ഔട്ട് ടു ഹോൾ നമ്പർ 6. 6ല് കുറച്ച് ബിഗീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ബിഗീസിനേക്കാൾ കൂടുതൽ വോളിയം പ്ലേയേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹോൾ നമ്പർ 6ല് ഹ്യുണ്ടായി ഉണ്ടായിരുന്നു. ഹ്യുണ്ടായില് റെഗുലർ മോഡൽസ് എല്ലാം ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ ബിഗ് പവലിയൻ. അവിടെ ഹ്യുണ്ടായുടെ പുതിയ Ioniq 5 ലേറ്റസ്റ്റ് ക്രെറ്റ, വെർണ എല്ലാം തന്നെയാണ്. വെർണ ഒരു ഭയങ്കര സാധനമായിട്ട് അവിടെ കിടക്കുന്നത്. ഓക്കെ, വി ആർ ദ ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ വെർണ കിടക്കും. പക്ഷേ അത് ഹ്യുണ്ടായുടെ പെർസ്പെക്റ്റീവ്. എനിവേസ് ആ വെർണ ഉണ്ടായിരുന്നു അവിടെ, ക്രെറ്റ ഉണ്ടായിരുന്നു, പുതിയ ക്രെറ്റ ഉണ്ടായിരുന്നു, അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത മോഡൽ എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ഉടനെ തന്നെ നമ്മളല്ലെങ്കിൽ ഒരു പുതിയത് എന്ന് പറയാനായിട്ടുള്ളത് ഹ്യുണ്ടായി നെക്സോൺ അല്ല കേട്ടോ, നെക്സോ. അതൊരു ഹൈഡ്രജൻ ഫ്യൂൽ സെൽ EV ഇലക്ട്രിക് കാറാണ്. അതെ, ഹൈഡ്രജൻ ഫ്യൂൽ സെൽ കാർസ് വർക്ക് ചെയ്യുമോ റോഷയുടെ ഇന്ത്യയിൽ? EVs ഇപ്പോൾ ഓൾറെഡി ഇത്രയും പോപ്പുലർ ആയി കഴിഞ്ഞു. പക്ഷേ EV ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് ആരും ഇപ്പോഴും പറയുന്നില്ല. EV ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ട്രാൻസിഷൻ. ഒരു നമ്മൾ IC-യിൽ നിന്ന് അടുത്ത ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഡെഫിനറ്റ്ലി EV എല്ലാവരും, ഇപ്പം ചൈന നോക്കിയാൽ പോലും ഒരു 30% ഒരു EV കൺവേർഷൻ വന്നിരിക്കുന്നത്. ഇന്ത്യയിലും അതിൽ കൂടുതലൊന്നും വരും ആരും വിചാരിക്കില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു സമയത്ത് സംസാരിക്കും. എന്താണെങ്കിലും ഒരുപാട് മാനുഫാക്ചേഴ്സ് ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഡെഫിനറ്റ്ലി കൊണ്ടുവരും. അതിപ്പം MG ആണെങ്കിലും ഹ്യുണ്ടൈ ആണെങ്കിലും ഈവൻ ടൊയോട്ട ആണെങ്കിലും എല്ലാം ആ ഒരു ട്രയൽസ് എല്ലാം നടന്നുകൊണ്ടിരിക്കും. വരാം. എന്താണെങ്കിലും അതാണ് ഒരു പോയിന്റ്. അപ്പം ഹ്യുണ്ടായി നെക്സോ ഉണ്ടായിരുന്നു അവിടെ. 666 കിലോമീറ്റർ ഡെവിൾസ് റേഞ്ച്, 666 റേഞ്ച് പറയുന്നത്. അത് ക്ലെയിംഡ് റേഞ്ച് ആണ്. പ്രൈസ് എക്സ്പെക്റ്റഡ് 60 lakhs വരും. 660 അല്ലെങ്കിൽ 666 എന്ന നമ്പർ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രൈസ് വരാതിരിക്കാൻ സാധ്യതയില്ല. ആൻഡ് ഇറ്റ്സ് മോർ ഈസി ടു യൂസ് എന്നാണ് പറയുന്നത്. ഹൈഡ്രജൻ എക്സ്പെൻസീവ് ആയിരിക്കാം. എനിവേസ്, സോ അത് നെക്സോ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു മഹീന്ദ്രയാണ്. മഹീന്ദ്ര പുതിയതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. കുറേ കോൺസെപ്റ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുണ്ടായിരുന്ന മോഡൽസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ കണ്ടത് അപ്പാർട്ട് ഫ്രം നമുക്കിപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ കിട്ടുന്ന മോഡലല്ല, 400 സ്കോർപിയോ, പുതിയ 700 ബ്ലാക്ക്, ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള 700 എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫോമുല ഇക്ക് ഹൈദരാബാദിൽ പോയ സമയത്ത് അവിടെ ഒരു കോൺസെപ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, BE റാലി E എന്ന് പറഞ്ഞ മോഡൽ. ഞാൻ പോയിരുന്നു. അപ്പൊ സെയിം കാർ അവർ വീണ്ടും നമുക്ക് എക്സ്പോയില് കോൺസെപ്റ്റ് മോഡൽ. ആ കോൺസെപ്റ്റ് മോഡൽ അവിടെയും ഷോക്കേസ് ചെയ്തു. കിക്കാസ് കോൺസെപ്റ്റ് കാണാൻ അടിപൊളിയായിരുന്നു. കാണാൻ തുറന്നു കണ്ടില്ല, പുറത്ത് മാത്രമേ കണ്ടുള്ളൂ. സോ അതാണ് വന്നത്. പിന്നെ അവരുടെ കൊമേഴ്ഷ്യൽ സെഗ്മെന്റിൽ സുപ്രോ മിനി ട്രക്കിന്റെ ഒരു CNG വേരിയന്റും
ട്രിയോ ഓട്ടോറിക്ഷേൻ്റെ ഇലക്ട്രിക് അത് ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടി തുടങ്ങി. പിന്നെ ഉണ്ടായിരുന്നത് യമഹയാണ്. യമഹ ബൈക്കിന്റെ സെഷൻ ഈ ഒരു ഹാളിൽ ഒരു ഭാഗത്തുണ്ടായിരുന്നു. യമഹ ഉണ്ടായിരുന്നു. യമഹയുടെ എല്ലാ മോഡൽസും ബൈക്കിന്റെ സെക്ഷനിലും ഏത് മോഡൽ എന്ന് പ്രത്യേകം പറയാൻ പറ്റില്ല. പുതിയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം എല്ലാ മോഡൽസും അവർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റിയ ഇവിടെ യമഹയിലുണ്ടായിരുന്നു. സ്റ്റാൻഡ് ഔട്ട് മോഡൽസ് ഏതായിരുന്നു? സ്റ്റാൻഡ് ഔട്ട് മോഡൽസ് R7 MT07. ശരിക്കും സ്റ്റാൻഡേർഡ് മോഡൽ R1M ഉണ്ടായിരുന്നു. ദ ലെജൻഡറി R1M ഫുൾ കാർബൺ ഫൈബർ ഫിനിഷിൽ അവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അട്രാക്ഷനേക്കാളും കൂടുതൽ പോയത് R7 MT07ലേക്ക്. ബിക്കോസ് എമഐക്ക് സീരിയസ് പ്ലാൻസ് ഉണ്ട് ഈ രണ്ട് മോഡൽസും ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അവരെങ്ങനെ കൊണ്ടുവരും, CBU ആക്കണോ CKD ആക്കണോ എന്നൊക്കെയുള്ള പ്ലാനിലാണ്. അതുകൊണ്ട് ഒരുപക്ഷെ R1നെക്കാട്ടിലും എന്നെ ആകർഷിച്ചത് R7 ആയിരുന്നു. പിന്നെ രണ്ട് പുതിയ സ്കൂട്ടേഴ്സ് ഉണ്ട്. അവർ ഒരു എൻറ്റയർ സ്കൂട്ടർ ഫ്ലീറ്റ് മൊത്തം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതല്ലാതെ പുതിയ രണ്ട് സ്കൂട്ടർ, ഒന്ന് ഫിലാനോ, അതായത് ഫാസിനോന്റെ ഒരു സൈഡ് ബൈ സൈഡ് വരുന്ന മോഡലാണ്. 125cc, നല്ല മൈലേജ് ഒക്കെ ഉണ്ടാവും. അടുത്തത് യമഹ എയറോക്സ് 155 അത്യാവശ്യം സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ NMAX 155 അവർ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഇത് രണ്ടോടെ ഷോക്കേസ് ചെയ്തിരുന്നു. NMAXന്റെ വില 1.3 lakhs ആണ് പറയുന്നത്. എനിവേ, സോ അതാണ് യമഹയുടെ പവലിയനിൽ ഉണ്ടായിരുന്നത്. ദെൻ MGയുടെ പവലിയൻ ആയിരുന്നു. MG ആസ് യൂഷ്വൽ അവരുടെ എല്ലാ മോഡൽസും ഉണ്ടായിരുന്നു. കോമറ്റ് മുതൽ അവരുടെ ഏറ്റവും വലിയ ഗ്ലോസ്റ്ററിന്റെ ബ്ലാക്ക് സ്റ്റോം വരെ എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ എന്താ പറയുന്ന ലണ്ടൻ സ്ട്രീറ്റ് ടെലിഫോൺ ബൂത്ത് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് കയറി ഒരു ഫോണൊക്കെ ചെയ്തിട്ട് വന്നേ. സോ എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഗ്ലോസ്റ്ററിന്റെ ഫേസ് ലിഫ്റ്റ് ചിലപ്പോൾ അവിടെ കാണിക്കുമോ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഇയറിൽ ഓട്ടോ എക്സ്പോ MG വളരെ സീരിയസ് ആയിട്ട് എടുത്ത്. സീരിയസ്നെസ്സിന്റെ കുഴപ്പമില്ല. ഇപ്പം MG ലാസ്റ്റ് മന്ത് തന്ന അപ്ഡേറ്റ് അനുസരിച്ച് ദേ ഹാഡ് അറൌണ്ട് 5 മോഡൽസ് കമ്മിങ് ടു ഇന്ത്യ ദിസ് ഇയർ ഓർ ദ നെക്സ്റ്റ് ഇയർ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5 മോഡൽസിനകത്ത് 1-2 ഹൈബ്രിഡ് ഉണ്ടാവാം, ഇലക്ട്രിക് ഉണ്ടാവാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു മൊബിലിറ്റി എക്സ്പോ അല്ലെങ്കിൽ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ കൂടുതലും ലാസ്റ്റ് മിനിറ്റ് എൻട്രീസ് ഒരുപാട് ആളുകളുണ്ട്. കാരണം ഗവൺമെന്റ് ഒരു പ്രഷർ എല്ലാം കൊണ്ട്. അപ്പം ഒരു പക്ഷെ അവർക്ക് ഈ വണ്ടിയൊന്നും അങ്ങനെ അല്ലെങ്കിൽ ഈ വാഹനങ്ങളൊന്നും ഇവരുടെ പ്ലാനിൽ ഉണ്ടെങ്കിലും കാണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബട്ട് they were quite happy about Isras EV, Comet. അവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് MG കൊടുക്കുന്നത് ഗ്ലോസ്റ്റർ ബ്ലാക്ക് സ്റ്റോമിലാണ്. അതുണ്ടായിരുന്നു. ഹെക്ടർ പ്ലസ് ഇപ്പോൾ പുതിയ ഹെക്ടർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. സോ അതിൽ they were happy about it and they went on like that. അതിനുശേഷം we moved on to Maruti Suzuki. നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന മാരുതി സുസുക്കി. അവിടെ നമുക്ക് ഒത്തിരി ഗുഡ് ന്യൂസ് ഉണ്ടായിരുന്നു മാരുതിയുടെ സൈഡിൽ നിന്ന്. ബിക്കോസ് അത് ഞാൻ പറയുന്നില്ല എന്താ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ബട്ട് മാരുതി ഈ ഫിനാൻഷ്യൽ ഇയറിൽ പ്രോമിസ് ചെയ്തതുപോലെ അവരുടെ മാരുതി EVX എന്ന് പറയുന്ന ഇലക്ട്രിക് കാർ അവർ ഈ ഫിനാൻഷ്യൽ ഇയറിൽ കൊണ്ടുവരും. ഈ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ അടുത്ത മാർച്ചിന് മുമ്പ് അവർ ഡെഫിനറ്റായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കും. വിത്ത് 60 kWh ബാറ്ററി ഉണ്ട്. റേഞ്ച് ഇസ് 550 kilometers എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, റിയൽ വേൾഡ് എത്രയാണെന്ന് അറിയില്ല. ദിസ് വാട്ട് ദ കമ്പനി സേസ്. സോ മാരുതിക്ക് എല്ലാ ഓഫറിംഗ് ഉണ്ടാവും. പെട്രോൾ ഉണ്ടാവും, ഹൈബ്രിഡ് ഉണ്ടാവും, EV ഉണ്ടാവും. അതെ, എല്ലാ 3, അതായത് ഈ ഒരു ട്രാൻസിഷൻ നടക്കാൻ നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യേണ്ടത് അത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതെ. സോ എന്താണെങ്കിലും മാരുതിയുടെ ഫസ്റ്റ് ഇലക്ട്രിക് വാഹനവുമായിട്ട് ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ മാരുതി EVX കൊണ്ടുവന്നിരിക്കും. സോ മാരുതിയുടെ ലൈനപ്പിൽ ഞാൻ പറഞ്ഞ പോലെ EVX കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ എക്സൈറ്റഡ് ആക്കിയത് മറ്റേ സ്കൈ ഡ്രൈവ് ആണ്. ഫ്ലൈയിങ് കാർ സ്കൈ ഡ്രൈവ്. അതിന് ഇറ്റ്സ് എൻ ഇലക്ട്രിക് മോട്ടറൊക്കെ വെച്ചിട്ടൊരു ഫ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരിക്കും ഹെലിക്യാം പോലെ ഇരിക്കും. പക്ഷെ അത് കൊള്ളാം, രസമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും. അവിടെ വെച്ച സാധനം ഒരു വലിയ ഹെലിക്യാമിന്റെ വലുപ്പമുള്ളൂ. പക്ഷെ റിയൽ ലൈഫിൽ എന്തായിരിക്കും എന്നുള്ള 3 പേർക്ക് ഇരുന്ന് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലൈയിങ് കാർ അല്ലെങ്കിൽ സ്കൈ ഡ്രൈവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതൊക്കെ ഫ്യൂച്ചറിലെ കാര്യങ്ങളാണ്. പക്ഷെ അത് രസമായിരുന്നു കാണാൻ, ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട്. ബാക്കിയെല്ലാം തന്നെ മാരുതിയുടെ നോർമൽ ലൈനപ്പ്. അടിപൊളി നമ്മൾ മാത്രമേ ചെയ്യുള്ളൂ. എക്സ്ക്ലൂസീവ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്താണെങ്കിലും അത് കൂടാതെ മാരുതിയുടെ ജിംനി, അതുപോലുള്ള മറ്റു മോഡൽസ്, അതുപോലെ ഇനി വരാൻ പോകുന്ന CNG, വാഗ്ന CNG ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് മാരുതിയുടെ കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മാരുതിയുടെ പവലിയനിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് എയ്ത്തറിലോട്ടാണ്. എയ്ത്തറിലോട്ട് ഞാൻ ഓടിപ്പിടിച്ച് പോകാനുള്ള കാരണം, ഈ അടുത്ത് ഏതൊരു ടീച്ചർ ഇട്ടുണ്ടായിരുന്നു, റിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഫാമിലി സ്കൂട്ടർ. അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ റിസ്റ്റ എന്നാണോ റിസ്റ്റ, അതായത് ഹിന്ദിയിലെ റിസ്ത എന്ന് പറയുന്നതാണോ എന്തായാലും മനസ്സിലായില്ലേ, ബന്ധം അതാണ് എന്തായാലും പേര്.
സോ അത് ഉണ്ടാവും എന്ന് വിചാരിച്ച് ഓടിച്ചെന്നപ്പോൾ അവിടെ കണ്ടത് എയ്ത്തർ എപ്പെക്സ് ഞാൻ ഓൾറെഡി ഓടിച്ച സ്കൂട്ടറാണ്. പിന്നെ 450X 450S ആ മോഡൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാം നല്ല അടിപൊളി അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ എം ഈഗർലി വെയിറ്റിംഗ് ഫോർ എയ്ത്തറിൻ്റെ ഫസ്റ്റ് ഫാമിലി സ്കൂട്ടർ. സോ ബേസിക്കലി ഉള്ള മോഡൽസ് ഒക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഉണ്ടായിരുന്നത് ടൊയോട്ട ലെക്സസ് ആണ്. ടൊയോട്ട അഗൈൻ ഹൈക്രോസിനെ ഭാഗമാക്കി പീസാക്കി എന്തൊക്കെ അതിനകത്തുണ്ടെന്ന് കാണിക്കാനായിട്ട് ഇട്ടിരിക്കുന്നു. അത് കാരണം അതൊരു ഹൈബ്രിഡ് മോഡലായതുകൊണ്ട് വാട്ട് ഓൾ വാസ് ദേർ നോർമലായിട്ട് നമ്മൾ കാണുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി, ഭയങ്കര ഇൻഫർമേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഹൈഡ്രജൻ സെൽ, അവരുടെ മിറായ് എന്ന് പറയുന്ന അവരുടെ ഹൈഡ്രജൻ അഗൈൻ കോൺസെപ്റ്റ് വാസ് ദേർ. പിന്നെ മിറായ് UK ഭയങ്കര സക്സസ്ഫുൾ ആണ്. അതെ അതെ. പിന്നെ ഉണ്ടായിരുന്ന ഈ ടൊയോട്ട ലെക്സസ് ഒരേ പവലിയനിലായിരുന്നുകൊണ്ട് അവിടെ ES 300H ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ UX 300D ലക്ഷറി EV SUV അവിടെ ഉണ്ടായിരുന്നു. Okay. പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു, അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വീഡിയോ നമുക്ക് കാണിക്കാനില്ല. ടൊയോട്ട ഹൈലക്സിന് ഒരു ഫയർ റെസ്പോൺസ് കാർ, റെസ്പോൺസ് കാർ, അതൊരു എന്താ പറയുന്നത്, അതിന് ഒരു എമർജൻസി വെഹിക്കിൾ, ഇറ്റ്സ് ലൈക്ക് എ ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലെ. ഓക്കെ, ബേസിക്കലി ഇറ്റ്സ് എ മൾട്ടി പർപ്പസ്. ഹൈലക്സ് എന്തിനും ഉപയോഗിക്കാമെന്നുള്ളത് കാണിക്കാനായിട്ടുള്ള ഒരു വാഹനം കൂടി, ഹൈലക്സ് ഒരു മോഡിഫൈഡ് സാധനം അവിടെ ഉണ്ടായിരുന്നു. സോ അതാണ് ടൊയോട്ട ലെക്സസിൽ ഉണ്ടായിരുന്നു. പിന്നെയുള്ളത് ബജാജ് ഉണ്ടായിരുന്നു. ബജാജ് ഐ വാസ് സർപ്രൈസ്ഡ്, കാരണം ബജാജ് അവരുടെ ക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വാഹനം ഉണ്ടായിരുന്നു. ഒരുപാട് ലീഗൽ സ്ട്രഗിൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർക്കത് ഫൈനലി റോഡിൽ എത്തിക്കാൻ പറ്റിയത്. ഓൾമോസ്റ്റ് ദേ ഹാഡ് ടു വെയിറ്റ് 5 years ഓർ സംതിങ്. എന്തായാലും അത് എത്തിച്ചു. അതിപ്പോൾ സക്സസ്ഫുൾ ആണ്. നമ്മൾ പല സിറ്റീസിലും മുമ്പ് ഓടി നടക്കുന്ന കാണുന്നുണ്ട്. അതിന്റെ CNG വേരിയന്റ് അവരിപ്പോൾ കൊണ്ടുവന്നുണ്ട്. പിന്നെ അവർ ഇലക്ട്രിക് ഓഫറിംഗ് ആയിട്ടുള്ള ചേതക്കിന്റെ പല കളേഴ്സിൽ അവിടെ ഡിസ്പ്ലേ ചെയ്താണ്. ചേതക് പ്രീമിയം ലേറ്റസ്റ്റ് ഇറങ്ങിയ മോഡലും അവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നു. പിന്നെ സുസുക്കി മോട്ടോർ സൈക്കിൾസ് ആയിരുന്നു. അതിൽ സുസുക്കിയിലുള്ള എല്ലാ മോഡൽസും ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹയബൂസയുടെ ഒരു സ്പെഷ്യൽ കളർ 25-year ആനിവേഴ്സറി എഡിഷൻ ഉഗ്രൻ ഒരു കളർ അവിടെ ഉണ്ട്. ഞാൻ അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ, സൈഡിൽ നിന്ന് പെണ്ണാണെങ്കിലും മാറണമില്ല. എനിക്കാണെങ്കിൽ ആ പെണ്ണിനെ വെച്ചിട്ട് ഫോട്ടോ കിട്ടും, ഒറ്റയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിവേസ് അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബൈക്ക്. എനിക്ക് വീണ്ടും എക്സൈറ്റ്മെന്റ് തോന്നുന്നത് വരാൻ 3 ബൈക്സുകളെ പറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ 700 to 800cc ആ ഒരു മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഒരു എക്സ്പ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് സുസുക്കി 2 ബൈക്സ് ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. GS8 ആൻഡ് V-Strom 800D. രണ്ടും ഒരേ എഞ്ചിനാണ്. 776cc പാരൽ ട്വിൻ എഞ്ചിൻ, 84 PS പവർ, 78 Nm ടോർക്ക്. രണ്ടും ഗ്ലോബലി സക്സസ്ഫുൾ ആണ്. ഒരു ബൈക്കും കൂടി ഉണ്ട്, GS8S. ഇതിൻ്റെ നേക്കഡ് ഉണ്ട്. അപ്പോൾ ഈ 3 മോഡൽസും ഇന്ത്യയിലോട്ട് എത്രയും വേഗം വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ ഒരു ഇയറിൽ എന്തെങ്കിലും ഒരു മോഡൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സുസുക്കി ഞാൻ ഓടിപ്പിടിച്ച് പോയി റോയൽ എൻഫീൽഡ് സ്റ്റോറിലോട്ടാണ്. അവിടെ ഷോർട്ട് ഗൺ 650 പുതിയത് അവിടെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള മോഡൽസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഷോർട്ട് ഗൺ മാത്രമേ എനിക്കും ഒരു അട്രാക്റ്റീവ് മോഡലായിട്ട് അവിടെ തോന്നിയുള്ളൂ. സോ അപ്പോൾ നമ്മൾ 2 ഹോൾസ് കവർ ചെയ്തു. ഇനിയും ഹോൾ നമ്പർ 14 ഒരുപാട് മെയിൻ ഗെയിമേഴ്സ് ഉണ്ടായിരുന്ന ഹോൾ നമ്പർ 14-ലാണ്. പ്ലസ് ആക്സസറി പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. കാരണം ഇത് ഒത്തിരി നീണ്ടുപോയി. ഒരുപാട് വണ്ടികളും ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു. സോ ഐ വിൽ സീ യു ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. നാളെ കാണാം. ഇന്ന് തന്നെ കാണാം. ഇന്ന് തന്നെ കാണാം. വേണ്ട, നാളെ നാളെ ഇന്ന് തന്നെ കാണാം. നാളെ